ഹായ് ഫ്രണ്ട്സ്, മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ചെടിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഈ ചൈനീസ് ബാൾസ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ചെടിയെപ്പറ്റി അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഈ ചെടിയെപ്പറ്റി അറിയാം. ഈ മഴ സീസണിലാണ് ഈ ചെടി ഏറ്റവും നല്ലതുപോലെ കിളിർപ്പിച്ചെടുക്കാൻ പറ്റിയ സമയം. ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇത് വെറുതെ മണ്ണിൽ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേര് പിടിക്കുന്ന സമയം കൂടിയാണ് ഈ മഴ സീസൺ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2-3 ചെടികളെ ഉണ്ടായിരുന്നുള്ളൂ, വ്യത്യസ്ത പൂക്കളായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് കളറിലുള്ള പൂക്കളോട് കൂടിയ ചെടികളുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്ന് പറയാം. ഈ ചെടിയിൽ വിത്ത് ഉണ്ടാവും. ആ വിത്ത് നമ്മൾ പാകമാകുമ്പോൾ അടർത്തിയെടുത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പൂക്കളോട് കൂടിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ അടുക്ക് ഉള്ള ഒരു സൈസാണ്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിത്തിൽ നിന്ന് മുളപ്പിച്ചതല്ല, ഇതല്ലാതെ ഞാൻ വാങ്ങി നട്ടതാണ്. ഇതിൻ്റെ 2-3 കളറ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് മാത്രമേ ഇപ്പം പൂവിട്ട് നിൽപ്പുള്ളൂ. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷേ ഇതിന് അങ്ങനെ വിത്തുകളൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. നമ്മുടെ സാധാ നാടൻ ഇതുപോലുള്ള ചൈനീസ് ബാൾസ്യത്തിലാണ് നമ്മൾ വിത്ത് ഉണ്ടായി വരുന്നത്. കണ്ടോ, ഇതങ്ങനെ വിത്തിൽ നിന്ന് കിട്ടിയ ഒരു പൂവാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ. ദാണ്ട് ഇത് കണ്ടോ, ഇതും അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചെടിയാണ്. ഒരുപാട് കളറിലുള്ള പൂക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാത്തിലും ഒന്നും അങ്ങനെ പൂവില്ല, അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത്. ഇപ്പം കുറേ ചെടികൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് അങ്ങനെ കിട്ടിയ ചെടികൾ. ഇത് നല്ല ഇതളുകൾ, നല്ല റൗണ്ടിൽ വന്ന ഒരു ചെടിയാണ്. ഇത് ഏറ്റവും വലിയ പൂവാണ് ഇതിൽ ഉണ്ടായത്. ഭയങ്കര വലുതാണ്. ഇത് നിറച്ച് പൂത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലയൊന്നും കാണാതെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഇത് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്ന പൂക്കളല്ലല്ലോ, കുറേ നാളിത് ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടോ, ഇതും അങ്ങനെ കിട്ടിയൊരു ചെടിയിൽ നിന്നുണ്ടായ പൂവാണ്. ഇത് നല്ലതുപോലെ വിരിയില്ല, ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ചെടിയാണ് ഇത്. പക്ഷേ ഇതല്ല, സാധാ ചെടിയാണ്. ഇത് കണ്ടോ, ഇതിൽ അങ്ങനെ കിട്ടിയ ഒരു വിത്തിൽ നിന്ന് മുളപ്പിച്ച ഒരു ചെടിയാണ്. ഇതിൻ്റെ കളറിൻ്റെ ഇലയുടെ ഒരു വ്യത്യാസം കണ്ടോ, ഇതിലും ചുവന്ന ഒരു കളറ് ചേർന്ന ഒരു ഇലയാണ് ഇതിനകത്ത് ഉണ്ടായത്. അന്നേരം എനിക്കറിയാമായിരുന്നു ഇതിന് എന്തോ വ്യത്യാസമുള്ള പൂവായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടാകുന്നത്. ഈ മഴക്കാലത്താണ് ഈ ചൈനീസ് ബാൾസ്യത്തിൽ വിത്തുകൾ ഉണ്ടാവുന്ന സമയം. അപ്പം നമ്മൾ ആ സമയത്ത് ഈ ചെടിയിൽ നിന്നും വിത്തുകൾ ശേഖരിച്ച് നമ്മൾ നട്ടു കൊടുക്കണം. ഇത് കണ്ടോ, ഇതങ്ങനെ ഉള്ള ഒരു ചെടിയാണ്, വിത്തിൽ നിന്നുണ്ടായ. ഇതിൻ്റെ ഇലയ്ക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഇലകളിൽ ഒരു മഞ്ഞ കളറ് ചേർന്ന് വന്നിട്ടുള്ള ഒരു ഇലയാണിത്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന പൂവ് എന്തെങ്കിലും വ്യത്യാസമുള്ള പൂവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. ഇതുവരെ അത് മുട്ട് വന്നിട്ടില്ല. മുട്ട് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. സാധാ മണ്ണിൽ നമ്മൾ വിത്ത് പാവാനിടുകയാണെങ്കിൽ അത് മുളച്ച് വരത്തില്ല, അതങ്ങ് അഴുകിപ്പോവും, അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ മണൽ ചേർന്ന മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വിത്ത് നല്ല രീതിയിൽ മുളച്ച് വരികയും നല്ല ചെടികളായിട്ട് മാറുകയും ചെയ്യും. ഓരോ പൂവിനും പല രീതിയിലുള്ള വ്യത്യാസങ്ങളും നമുക്കറിയാം. ഇതിനകത്ത് കണ്ടോ, ഒരു വെള്ള കളറൂടെ ചേർന്നാണ് ഈ പൂവിൻ്റെ രീതി ഇരിക്കുന്നത്. എന്നാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും അരികിലായിട്ടാണ് ആ വെള്ള നിറം ഉള്ളത്. അങ്ങനെ പല രീതിയിലുള്ള പൂക്കളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ചില കളറുകളിലൊക്കെ മാറ്റമുണ്ട്, ചിലതിലങ്ങനെ ഉണ്ടാകത്തില്ല. ഇത് കണ്ടോ, ഇത് നല്ലൊരു കളറാണ്. ചില ചെടിയുടെ പൂക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ തന്നെ പൂവാകാനും സാധ്യതയുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ വിത്തുണ്ടാകുന്ന ആദ്യത്തെ ആ ഒരു ഭാഗം. പിന്നീട് അത് വളർന്ന് വലിയ രീതിയിലാകുമ്പോഴാണ് നമുക്ക് നല്ല വിത്ത് ആയിട്ട് നമുക്കറിയാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. വിത്തിൽ നിന്നും പുതിയ തൈകളൊക്കെ ഒന്ന് മുളപ്പിച്ച് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വിത്ത് വലുതായി വരുന്ന ഒരു രീതിയാണിത്. വലിയ വിത്തായിട്ട് വരുന്നതും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതാണ് ഇത് പാകമെത്തിയ വിത്താണ്. ഇത് നമ്മൾ അടർത്തിയെടുത്ത്
മണ്ണിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുത്താൽ മതി. നല്ല പോട്ടിംഗ് മിക്സർ ആയിരിക്കണം. മണലൊക്കെ ചേർന്ന ആ മണ്ണിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കിളിർത്ത് വരും. ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് അത് അടർത്തി അത് കാണിച്ചു തരാം. അതിൻ്റെ വിത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. എന്നാലും മറ്റേ ബോൾസൈൻ ചെടിയുടെ വിത്ത് നല്ല ഉരുണ്ടിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇച്ചിരി പരന്ന രീതിയിലാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത്. ഇത് ഞാൻ ഈ ചെടിച്ചട്ടിയിലോട്ട് വെറുതെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. അതവിടെ നിന്ന് കിളിർത്ത് വന്നോളും. അപ്പം നല്ല ചെടികൾ നമുക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ ചെടിയിലും ഇങ്ങനെ വിത്തുകൾ ഇപ്പോൾ ഉണ്ടായി കാണും. അതൊക്കെ ഒന്ന് നോക്കി അത് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊണ്ട് നട്ട് ഒന്ന് നോക്കണം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് നല്ല പുതിയ ചെടികൾ കിട്ടുകയും ചെയ്യും. അതിൽ നിന്നും വെറൈറ്റി പൂക്കളും നമുക്ക് കിട്ടും. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു.